ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മാത്ത് മീ മല്ലു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കാണാനുള്ളവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇവിടെ വരിക. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സെറ്റ് എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് ഈസ് ദ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്നാണ് നമ്മൾ സെറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് വെൽ ഡിഫൈൻഡ്, എന്തുകൊണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം കണ്ടതെങ്കിൽ അവർ എന്ത് ചെയ്യുക, ആദ്യം പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി അല്ലെ, വവൽസ്, ഡൈസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് സെറ്റ്സിനകത്ത് നമ്മൾ സൂചിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഏതൊക്കെയാ, എം ടി സെറ്റ് പറഞ്ഞു, അതുപോലെ സിംഗിൾട്ടൺ സെറ്റ് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് പറഞ്ഞു അല്ലെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇവിടെയും ഞാൻ കുറച്ച് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് ഇവിടുത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ്, എക്സാമ്പിൾസ്, അതായത് പ്രോബ്ലംസ് തന്നെ. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും ഇതെന്താണെന്ന് നമ്മൾ പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇവിടെ വരിക അല്ലേ. റോസ്റ്റർ ഫോം എന്തായിരുന്നു, നമ്മൾ ഒരു സെറ്റിനകത്ത് ആ പറയുന്ന കണ്ടീഷന്റെ എല്ലാ എലമെന്റ്സും അറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ അതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ആ എലമെന്റ്സിനെ എല്ലാം അറേഞ്ച് ചെയ്യാതെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ അല്ലേ. ഇപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ p/q വെച്ചിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്തത് അല്ലേ. അവിടെ q നോട്ട് ഈക്വൽ ടു 0, പിയും q ഇൻഡിജേഴ്സ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനൊക്കെ കൊടുത്തിട്ട്. അതുപോലെ വെവൽസ് നമ്മൾ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഓരോ എലമെന്റ്സിനും എഴുതും അല്ലേ. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിലോ നമ്മൾ എങ്ങനെയാണ് എഴുതി കാണിച്ചത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷൻ, എക്സ് ഈസ് എ വവൽ, എക്സ് ഒരു വവൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കിയാട്ടെ. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, എന്താണ് പറഞ്ഞത്, നമ്മളോട് ഒരു സെറ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. സെറ്റ് ഏത് ഫോമിൽ എഴുതാൻ വേണ്ടി പറഞ്ഞത്, റോസ്റ്റർ ഫോം, അതായത് ആ സെറ്റിലകത്തെ എല്ലാ എലമെന്റ്സും എഴുതിയിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പോൾ ആ സെറ്റിനകത്തെ എലമെന്റ്സ് എന്തായിരിക്കണം, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ കാണണം. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ രണ്ട് സൊല്യൂഷൻ അഥവാ രണ്ട് റൂട്ട്സ് ഉണ്ടാകും. അപ്പൊ ആ രണ്ട് റൂട്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് എഴുതുവാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ ഏത് മെത്തഡാ യൂസ് ചെയ്യുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കേട്ടിട്ടില്ലേ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കാണാനും അവിടെ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. എക്സിന് ഏത് വാല്യൂ കൊടുത്തിട്ട് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്. ആ എക്സിന്റെ വാല്യൂ, അതാണല്ലോ സൊല്യൂഷൻ അല്ലെ. അപ്പൊ ആ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ആണ് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണോ വന്നിട്ടുള്ളത്? അതെ, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്നല്ലേ വന്നിട്ടുള്ളത്. ഈക്വൽ ടു 0 രണ്ട് സൈഡും കറക്റ്റ് ആണ് അല്ലെ. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ ആരാണ്, 1 ആണ്. 1 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് പറയാം എയുടെ സ്ഥാനത്ത് 1 ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിട്ടുള്ളത്, 1 തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ബി ഈക്വൽ ടു 1, 1 ഇൻറ്റു എക്സ് ആണ് എക്സ് ആവുന്നത്. അതുപോലെ സിയുടെ സ്ഥാനത്ത് എന്താ വന്നിട്ടുള്ളത്, ഇവിടെ -2 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഞാൻ ഇവിടെ മൈനസ് അല്ലേ ഉള്ളത്, അതിന് ഞാൻ പ്ലസ് ആക്കുവാണേ.
പ്ലസ് ആക്കിയിട്ട് മൈനസ് ഞാൻ ആ കോൺസ്റ്റന്റ് ടേമിന്റെ പകരം കൊടുക്കുന്നു. അപ്പൊ ആ ഫോർമുല ആയില്ലേ. അപ്പൊ സിയുടെ സ്ഥാനത്ത് ആരാ വന്നത്? -2 അല്ലെ. സി ഈക്വൽ ടു -2. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ. -b1 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു എന്ത് വരും? സി എത്രയാണ്? -2 അല്ലെ. എയുടെ സ്ഥാനത്ത് 1 ആണ്. ഡിവൈഡ് ബൈ 2a 2 ഇൻറ്റു 1. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? രണ്ട് വാല്യൂസ് കിട്ടും അല്ലെ. ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. പ്ലസ് ഓർ മൈനസ് എന്നാണ് പറഞ്ഞത്. ന്യൂമറേറ്ററിൽ നമ്മൾ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും അല്ലെ, ഒരു സൊല്യൂഷൻ കിട്ടും. അതുപോലെ ന്യൂമറേറ്ററിൽ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു സൊല്യൂഷൻ കിട്ടും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് വാല്യൂ കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം അല്ലേ. ചെറിയ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വീഡിയോ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആകുന്ന രീതിയിലാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു രണ്ട് നമ്പേഴ്സ് കിട്ടാനുണ്ട്. അപ്പോൾ അവിടെ ഇത് 1ഉം ഈ ഒരു കേസിലാണ് പറയുന്നത് 1ഉം -2 ആണ്. ഞാൻ സൊല്യൂഷൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഈ നമ്പർ നമുക്ക് നിലവിൽ അറിയില്ല. അപ്പോൾ ഏതോ രണ്ട് നമ്പർ ഉണ്ട്. ആ രണ്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഏതോ രണ്ട് നമ്പർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം കിട്ടണം. ഏതാ കോൺസ്റ്റന്റ് ടേം? -2 അല്ലെ. കോൺസ്റ്റന്റ് ടേം കിട്ടണം. അതേപോലെ സെയിം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് കിട്ടണം. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? അതായത് എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആളെയാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ അതെത്രയാ? 1. അപ്പോ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. ഏതോ രണ്ട് നമ്പർ ഉണ്ട്. ആ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടേം ആയ -2 കിട്ടണം. അതുപോലെ അതേ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 1 കിട്ടണം. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത്. ഇപ്പൊ 2x ആണെങ്കിൽ ആ 2 കിട്ടണം, 3x ആണെങ്കിൽ 3 കിട്ടണം. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ട് എക്സ് എന്ന് വെച്ചാൽ അതിന്റെ കോഎഫിഷ്യന്റ് 1 ഉണ്ട്. അപ്പൊ ആ 1 കിട്ടണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെ നോക്കാൻ വേണ്ടി പറ്റുക? അപ്പോ ഏതോ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടണം. ഏതൊക്കെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -2 കിട്ടുന്നത്? 2 കിട്ടണമെങ്കിൽ 1 ഇൻറ്റു 2 അല്ലെ. 2 ഒരു പ്രൈം നമ്പർ ആണ്, വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതിന്. അപ്പൊ 1 ഇൻറ്റു 2, പക്ഷെ നമുക്ക് -2 ആണ് കിട്ടേണ്ടത്. അപ്പൊ 1 ഇൻറ്റു -2 ചെയ്താലും നമുക്ക് -2 കിട്ടും. അതുപോലെ -1 ഇൻറ്റു 2 ചെയ്താലും നമുക്ക് -2 കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് നോക്കുക? ഈ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. അതായത് അതേ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടണം? 1ഉം കിട്ടണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 1ഉം -2 ആഡ് ചെയ്ത് നോക്കുക. 1 പ്ലസ് -2 എത്ര കിട്ടുക? -1 അല്ലേ കിട്ടുക? 1 അല്ലല്ലോ. ഇനി അടുത്തത് ഇത് രണ്ടും കൂട്ടി നോക്കുക. -1ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? യെസ്, 1 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എടുക്കേണ്ട പെയർ ഏതാ? -1ഉം 2ഉം ആണല്ലോ. അതായത് ഇവിടെ -1ഉം 2ഉം ആണ് ആ അറിയാത്ത രണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത്. ഓക്കെ അല്ലേ. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വേക്കടിച്ച് വീണ്ടും കേൾക്കുക. ഓക്കെ. അപ്പൊ -1 ഇൻറ്റു 2 എന്താണ്? -2 ആണ്. അതേപോലെ -1നോട് 2 ആഡ് ചെയ്താൽ 1ഉം ആണ്. അപ്പോ നമുക്ക് ഏതൊക്കെ കിട്ടി? -1ഉം 2ഉം കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ സൊല്യൂഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 1ഉം -2 ആണ്. അപ്പോൾ സൊല്യൂഷൻ ഇതല്ല, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അത്രേ. അത് നോക്കാം. ഇനി നമ്മളിപ്പം നോക്കിയ നമ്പേഴ്സ് അല്ലെ, നമുക്കിപ്പോൾ കിട്ടിയ പെയർ ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാ? -1ഉം 2 ആണ്. 2ന്റെ ചിഹ്നം ഏതാ? പോസിറ്റീവ് അല്ലേ. അപ്പൊ ആ പോസിറ്റീവ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇനി ഞാൻ ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാന്നുള്ളതാണ് നോക്കിയത്. അത് ഞാൻ അവസാനം പറയാമെന്ന് വെച്ചിട്ട് തന്നെയാണ് പറയാതിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എക്സ് വെച്ചിട്ടല്ലേ ഉള്ളത്, എക്സ് ആണ് ഇവിടുത്തെ വേരിയബിള്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ -1ന്റെ ലെഫ്റ്റ് സൈഡായിട്ട് എക്സ് കൊടുക്കുന്നു, +2ന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സ് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ ഇതുപോലെ ബ്രാക്കറ്റ് തിരിക്കുന്നു. അപ്പൊ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ x-1 ഇൻറ്റു x+2. ഒന്നുകൂടെ പറയാ, ഈ പേഴ്സ് ഏതൊക്കെയാണ്, -1ഉം 2ഉം. അപ്പൊ ആ -1ഉം 2ഉം നമ്മൾ എഴുതി. 2 എന്ന് വെച്ചാൽ പോസിറ്റീവ് 2. ഇനി ഈ ഇക്വേഷൻ എന്താണ്, എക്സ് വെച്ചിട്ടാണ് അല്ലെ, എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എക്സ് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് തിരിക്കുന്നു, ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ എന്ത്, ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഉള്ളവര് എന്ത് ചെയ്യുക, ഇതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പൊ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ തിരിച്ച് നമുക്ക് ഇത് തന്നെ, ഈ ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം അല്ലെ. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു എക്സ് എന്താ കിട്ടുക, x² അല്ലെ. എക്സ് ഇൻറ്റു 2 എന്താ കിട്ടുക, 2x അല്ലെ. പോസിറ്റീവ് 2x അല്ലേ, 2x വെച്ചാൽ പോസിറ്റീവ് ആണ്. ഇനി -1 ഇൻറ്റു എക്സ് -x, -1 ഇൻറ്റു 2 എത്ര കിട്ടും, -2 ആണല്ലോ. ഇനി 2x ന്ന് 1x കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും, 1x അല്ലേ കിട്ടുക. അപ്പൊ x² പ്ലസ് 1x എന്നുള്ളത് ഇങ്ങനെ കാണിച്ചാൽ പോരെ, -2 ആണല്ലോ. അപ്പൊ ഇതിന്റെ LHS കിട്ടുന്നുണ്ടല്ലോ. ആ LHS ആണ് നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി ഈക്വൽ ടു 0 കൂടെ കൊടുത്താൽ നമ്മുടെ സെയിം ഇക്വേഷൻ ആയി. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് x-1 ഇൻറ്റു x+2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് ആ സെയിം ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി എന്തിനാണ് ഇങ്ങനെ എഴുതിയത്, നമുക്ക് എക്സിന്റെ വാല്യൂസ് ആയ 1ഉം -2ഉം കിട്ടണം അല്ലേ. ഇത് ഞാൻ ആദ്യമേ ആൻസർ ചെയ്ത് കിട്ടണം എന്നുള്ളത് ഞാൻ ക്ലെയിം പറഞ്ഞതാണ്, ഇന്നത് കിട്ടണം എന്നുള്ളത്. ഓക്കെ. ഇനി ഇതെങ്ങനെയാണ്, ഈ ഇക്വേഷൻ പറയുന്നത് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ ഞാനിവിടെ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഇനി നോക്കിയേ, ഈ ബ്രാക്കറ്റിലുള്ളത് ഒരു നമ്പർ, ഈ ബ്രാക്കറ്റിലുള്ളത് വേറൊരു നമ്പർ. അങ്ങനെ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ അല്ലേ. അല്ലെങ്കിൽ പിന്നെ രണ്ടും 0 ആണ്, അതാണ് പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ x+2 0 ആണ്. ഒന്നുകൂടെ പറയാ, ഇപ്പം a ഇൻറ്റു ബി ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ആര് 0 ആവണം, a 0 ആയിരിക്കണം. അതായത് 0 ഇൻറ്റു ബി 0 കിട്ടാം. അല്ലെങ്കിൽ ആര് 0 ആയിരിക്കണം, b 0 ആയിരിക്കണം. അതായത് a ഇൻറ്റു 0 ഈക്വൽ ടു 0 കിട്ടാം. അതല്ലെങ്കിൽ പിന്നെ രണ്ടും 0 ആണ്. 0 ഇൻറ്റു 0 0 അല്ലേ. അതേപോലെ ഒരു a ആണ് x-1, അതുപോലെ ഒരു b ആണ് x+2. അപ്പൊ a ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിർബന്ധമായിട്ടും 0 ആയേ പറ്റൂ അല്ലേ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, x-1 ഈക്വൽ ടു 0 സിംപ്ലൈസ് x-1 ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഓർ എന്തും പറയാം, x-2 ഈക്വൽ ടു 0 എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ x-1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആ -1 ഇപ്പുറം കൊടുത്താൽ എന്താവും, +1 ആവൂലേ. 0 + 1 എത്ര കിട്ടും, 1 എന്ന് കിട്ടും. അതായത് ഈ -1 ഇപ്പുറം വരുന്ന സമയത്ത് ഇവിടെ x മാത്രം, x ഈക്വൽ ടു -1 ഇപ്പുറം വരുമ്പോൾ 0 + 1 1 ആയി, x ഈക്വൽ ടു 1. അതുപോലെ ഈ -2 ഇപ്പുറത്ത് വരുന്ന സമയത്ത് 0 + 2 2. അപ്പൊ x ഈക്വൽ ടു 2 അല്ലേ. ഇവിടെ x+2 ആയിരുന്നു അല്ലേ, ഇവിടെ പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ എഴുതുന്ന സമയത്ത് മാറിപ്പോയി. അപ്പൊ ഇവിടെ x+2 ആണ്. ആ +2 ഇപ്പുറം വരുമ്പോ എന്താവും, -2 ആവും. അപ്പൊ 0 - 2 എന്ത് വരും, -2 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പൊ ഒന്നെങ്കിൽ x ഈക്വൽ ടു 1 ആയിരിക്കണം, അല്ലെങ്കിൽ x ഈക്വൽ ടു -2 ആയിരിക്കണം. ഇതാണ് അതിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സൊല്യൂഷൻസ് കിട്ടിയല്ലോ, 1ഉം -2ഉം. ഇനി നിങ്ങൾ ഈ മെത്തേഡിലല്ല x ഈക്വൽ ടു -b ± √b² - 4ac / 2a ഇല്ലേ, ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്താലും സെയിം 1ലും -2ലും തന്നെ ആയിരിക്കും നിങ്ങൾ വന്ന് എത്തുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ,
അതിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതുക അല്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 വരുന്ന സമയത്തുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ഫാക്ടറൈസേഷൻ എങ്ങനെ നടത്താന്നുള്ളത് ഞാനിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻസ് ആണ് ഏതൊക്കെ? എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ ഇങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷൻ ആണ് അതിന്റെ സൊല്യൂഷൻ സെറ്റ് അല്ലേ. റോസ്റ്റർ ഫോമിലാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ എലമെന്റ്സ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എഴുതണം, 1ഉം -2ഉം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എന്ത് സെറ്റ്, സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. അത് റോസ്റ്റർ ഫോമിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ സെറ്റ് 1 - 2 ആണ് എന്ത് അതിന്റെ സൊല്യൂഷൻ സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ഈച്ച് ഓഫ് ദ സെറ്റ് ഓൺ ദ ലെഫ്റ്റ് ഇൻ ദ റോസ്റ്റർ ഫോം വിത്ത് ദ സെയിം സെറ്റ് ഓൺ ദ റൈറ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ചില സെറ്റുകളുടെ റോസ്റ്റർ ഫോം കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ എന്ത് കൊടുത്തു? സെയിം സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അത് കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, അപ്പോൾ മാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് സെറ്റ് റോസ്റ്റർ ഫോം നോക്കിയിട്ട് സെറ്റ് ബിൽഡർ ഫോം പറയുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പം സെറ്റ് ബിൽഡർ ഫോം നോക്കിയിട്ട് അതിന്റെ റോസ്റ്റർ ഫോം, അതിന്റെ എലമെന്റ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ സെറ്റ് ബിൽഡർ ഫോം നോക്കിയേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. എക്സ് പറയുന്നത് എങ്ങനെയുള്ള കളക്ഷൻ ആണ്? എങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷൻ ആണ് ഫസ്റ്റിലെ സെറ്റ് പറയുന്നത്? ഒരു പ്രൈം നമ്പർ ആണ്. എക്സ് ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5, 7, 11, 13 എക്സെട്ര. ഓക്കെ, തൽക്കാലം അത്രയും മതി. എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് എ ഡിവൈസർ ഓഫ് 6. 6ന്റെ ഡിവൈസേഴ്സ് ആയിരിക്കണം. 6ന്റെ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ 6നെക്കാട്ടി ചെറിയ നമ്പേഴ്സ് ആയിരിക്കും ഒന്ന് അല്ലേ. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ 2 അവിടെ വേണം. പിന്നെ ഏതാ? 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ 3 വേണം. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അപ്പോൾ 5 ഉണ്ടാവില്ല. 6നെ 7 കൊണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ? 6നെക്കാട്ടിയും വലിയ നമ്പർ ആണ് 7. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒന്നും നോക്കണ്ട. അപ്പോൾ 2ഉം 3ഉം മാത്രമാണ് ഈ ഒന്നാമത്തതിന്റെ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്ക്, റോസ്റ്റർ ഫോം ആയിട്ട് എഴുതിയതിൽ 2ഉം 3ഉം ഉണ്ടോ? ഉണ്ട് അല്ലേ, ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തതായിട്ട് ഇതാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോം നോക്കിയേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 അല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്ത് നോക്കാം. 1, 2, 3 ലെസ് ദാൻ 10 അല്ലേ പറഞ്ഞത്. അപ്പോൾ 4, 5, 6, 7, 8, 9 വരെ ലെസ് ദാൻ 10 എന്നാണ് പറഞ്ഞത്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അതിലെ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ എഴുതിയത്. ലെസ് ദാൻ 10 ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഞാനിപ്പോൾ എഴുതിയത്. അതിൽ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 വരും, 3 വരും, 5, 7, 9 അല്ലേ. അതേതൊക്കെയുള്ളത്? എവിടെയുള്ളത്? 1, 3, 5, 7, 9 അല്ലേ, ഇവിടെയല്ലേ ഉള്ളത്. അപ്പൊ ആ രണ്ടാമത്തതും ഇവിടെ ലാസ്റ്റിലെ അതാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എന്താണ് പറയുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. നാച്ചുറൽ നമ്പേഴ്സ് ഡിവൈസേഴ്സ് ഓഫ് 6 പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ എത്ര വരെ നോക്കിയാൽ മതി? 6 വരെയുള്ളത് നോക്കിയാൽ മതി. 6ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട്? 1 6ന്റെ ഡിവൈസർ അല്ലേ? അതെ. 2 6ന്റെ ഡിവൈസർ ആണ്. 3 6ന്റെ ഡിവൈസർ ആണ്. 4 6ന്റെ ഡിവൈസർ ആണോ? ഡിവൈസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലേ. അതായത് നമുക്ക് 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത് അല്ലേ. 6നെ 1 കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ 6നെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. കാരണം അവിടെ റിമൈൻഡർ 0 ആണ് അല്ലേ. 6ൽ 2 3 പ്രാവശ്യം പോകും. അപ്പോൾ റിമൈൻഡർ 0 ആണ്. ശിഷ്ടം 0 ആണ് വരുന്നത്. അതുപോലെ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് 4 അതിൽ വരില്ല.
5 പറ്റുമോ? 5 പറ്റില്ല. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പൂർണ്ണമായിട്ടും പറ്റും അല്ലേ? 6/6 എത്രയാണ്? 1 ആണ്. അപ്പോൾ 6ഉം കൂടി ഉണ്ട്. അപ്പോൾ 1 2 3 6 ഏതാ ഫസ്റ്റ് വൺ. അപ്പോൾ ഫസ്റ്റ് വണ്ണും സെറ്റ് ബിൽഡർ ഫോമിൽ തേർഡ് വണ്ണും മാച്ച് ചെയ്യാം. പിന്നെ അടുത്ത നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ വേർഡ് ഏതൊക്കെയാ? എം ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്. എം റിപ്പീറ്റ് ചെയ്ത് വന്നു. നമുക്ക് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് എം വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? എയും റിപ്പീറ്റേഷൻ ആണ്, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ടി റിപ്പീറ്റേഷൻ, വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഏത് എഴുതണം? ഐ എഴുതണം അല്ലേ? സി എഴുതണം, അതുപോലെ എസും എഴുതണം. അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? അപ്പോൾ ലാസ്റ്റ് വണ്ണുമായിട്ട് ഏത് തേർഡ് വൺ റോസ്റ്റർ ഫോം ആണ് മാച്ച് ചെയ്യിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതും കൂടി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് റോസ്റ്റർ ഫോം, എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾ ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയറും ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് നമുക്ക് എം ടി സെറ്റ് നമ്മൾ പറഞ്ഞതാണ്, അതൊന്നും കൂടെ ഇവിടെ പറയാം. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. ഒരു സെറ്റിൽ ഒരു എലമെന്റും ഇല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുന്നത്. എം ടി സെറ്റിനെ നമ്മൾ ഇങ്ങനെയും കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് എന്ത് എം ടി സെറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let A equal to set of all x such that 1 less than x less than 2. ഇത്ര മാത്രം പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 1നും 2ലെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1.001 ഉണ്ട്, 1.0000001 ഉണ്ട് അല്ലേ? 201 ഉണ്ട്, 9201 ഉണ്ട് അല്ലേ? എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാലോ 1നും 2ന്റെ ഇടയിൽ അല്ലേ? 1.999 അല്ലെ? ഇൻഫിനിറ്റ് നമ്പർ അതിന്റെ ഇടയിലുണ്ട്. നമ്പർ ഏതെന്ന് ചോദിച്ചാൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. എന്നാൽ ഞാൻ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചതെങ്കിൽ, അല്ലെങ്കിൽ എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു സെഡ് എന്നോ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്നോ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ ഇതിന്റെ ഇടയിലുണ്ടോ? 1 കഴിഞ്ഞാൽ അടുത്ത നാച്ചുറൽ നമ്പർ ഏതാ? 2 ആണ് അല്ലെ? അത് കഴിഞ്ഞാണ് 3. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറെ നാച്ചുറൽ നമ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതെന്താണ്? എം ടി സെറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എം ടി സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം അല്ലെ? എന്തായിരുന്നു ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാല്? ഫൈനൈറ്റ് സെറ്റ് എന്താണ്? ഫൈനൈറ്റ് സെറ്റ് എ സെറ്റ് which is empty or consists of a definite number of elements is called finite. എന്താണ് പറഞ്ഞത്? ഒരു സെറ്റ് ഒന്നെങ്കിൽ എം ടി സെറ്റ് ആയിരിക്കണം. എം ടി എന്ന് പറയുമ്പോഴും അത് ഫൈനൈറ്റ് ആണ് അല്ലേ? ഒന്നെങ്കിൽ എം ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പേഴ്സ് കൺസിസ്റ്റ് ചെയ്യണം, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കൺസിസ്റ്റ് ചെയ്യണം, അങ്ങനെ കണ്ടെയ്ൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയും. അതർവൈസ് ഇൻഫൈനൈറ്റ്. അങ്ങനെയല്ല എങ്കിൽ അതെന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. നമ്മുടെ ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വീക്ക് ഡേയ്സ്. സെറ്റ് ഓഫ് ഓൾ വീക്ക് ഡേയ്സ്. ഏതൊക്കെയാ വീക്ക് ഡേയ്സ്? ഏതൊക്കെയാണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അല്ലേ? ഇതൊക്കെയാണ് വീക്ക് ഡേയ്സ്. അത് ഫൈനൈറ്റ് അല്ലേ? കാരണം നമ്മൾക്ക് ഇതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് എത്രയാണെന്നുള്ള എണ്ണി പറയാൻ വേണ്ടി പറ്റും അല്ലേ? കൗണ്ട് ചെയ്തിട്ട് ഇത്ര എണ്ണം ആണെന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും അല്ലേ? ഇവിടെ എത്ര ഉണ്ട്? 7 എണ്ണം അല്ലേ? അപ്പോൾ നമുക്കത് ഫൈനൈറ്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. എസ് എന്താണ്? സൊല്യൂഷൻസ് ആണ്. ഏത് ഇക്വേഷന്റെ? x² - 16 = 0.
ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എസ് എന്നുള്ള സെറ്റ് എങ്കിൽ അതെന്തായിരിക്കും ഫൈനൈറ്റ് ആയിരിക്കും. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സ്ക്വയർ ആണ്, രണ്ട് റൂട്ട് ആണ്, അവിടെ രണ്ട് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക അല്ലേ. സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്താ എക്സ് സ്ക്വയർ -16 അല്ലേ പറഞ്ഞേ, -16 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും +16 അല്ലേ, 0 + 16 16 വരും. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും, therefore x is equal to √16 ഈക്വൽ ടു ഏതൊക്കെ വരും, +4 ഉണ്ട് -4 ഉണ്ട്. +4ന്റെ സ്ക്വയർ എടുത്താലും നമുക്ക് 16 കിട്ടും, -4ന്റെ സ്ക്വയർ എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും, 16 തന്നെ കിട്ടും. അപ്പോൾ ആരൊക്കെയുണ്ട് ആ സെറ്റിനകത്ത്, -4ഉം +4ഉം. അപ്പൊ അതും എന്താണ്, രണ്ട് എലമെന്റ്സ് അല്ലേ ഉള്ളത്, അപ്പൊ അതും ഫൈനൈറ്റ് ആണ്. ഇനി ഇൻഫൈനൈറ്റ് സെറ്റിന് ഒരു എക്സാമ്പിൾ നോക്കാം. ജി എന്ന് പറയുന്നത്, ലെറ്റ് ജി ബി ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. ജി എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. അത് നമുക്ക് എണ്ണി കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റുമോ? ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ എത്ര സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എണ്ണീട്ട് പറയാൻ വേണ്ടി പറ്റുമോ? അല്ലോ.